5 മിനിറ്റ് ആയല്ലോ അല്ലെ? ഇനി അത് വരെ ജോയിൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് എന്താ ഞങ്ങൾ എന്തെങ്കിലും ആമുഖം പറയണ്ടോ? സാറുണ്ട്. SFI GLCKന്റെയും SFI GLCTയുടെയും സ്റ്റഡി സർക്കിൾ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനായിട്ടുള്ള ജെൻഡർ ജസ്റ്റിസ് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർ അനീസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു നഹ്ല, താങ്ക് യു. നമ്മുടെ ചെറിയൊരു ബ്രീഫ് ക്ലാസ് ആണ്, അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 9:30 വി വിൽ വൈൻഡ് അപ്പ്. മാക്സിമം 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ, 9:30 ആകുമ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യാം. ഈ പറയുന്ന സ്ലൈഡുകളെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം കേട്ടോ. ഞാൻ തൃശ്ശൂരിലെ കുട്ടിയോട് പറയാനുള്ളത് ഞാൻ നെഹ്ലക്ക് കൊടുക്കാം, നെഹ്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നോളൂ. കോഴിക്കോടുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പിൽ, ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഞാൻ സ്ലൈഡുകൾ ഇട്ട് തരാം. പിന്നെ വളരെ സിമ്പിളായ ഒരു പേപ്പറാണ്, കാരണം അധികം പുതുതായി ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷനും ഇതുവരെ പഠിച്ച ക്രിമിനൽ ലോയും ഇതുവരെ പഠിച്ച ലേബർ ലോയും ഇതുവരെ പഠിച്ച ഫാമിലി ലോയും, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ ഈ 4 ഏരിയ, ക്രിമിനൽ ലോ, ലേബർ ലോ, ഫാമിലി ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഇതിന്റെ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് പേപ്പർ ആക്കിയത് മാത്രമേ ഉള്ളൂ. ഇതുവരെ പഠിച്ചത് മാത്രം തന്നെ ഉള്ളൂ. ഇതിനകത്ത് കുറച്ചൊരു പരിചയക്കുറവുണ്ടാവുക. ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് 1. അത് വേണമെങ്കിൽ പഠിച്ചതല്ല എന്ന് പറയാം. ബാക്കിയെല്ലാം അറിയുന്നതാണ്. നമ്മൾക്ക് വളരെ പെട്ടെന്നൊന്ന് ഞാൻ വളരെ സ്പീഡിൽ സ്ലൈഡുകൾ ഞാൻ പറഞ്ഞു പോകാം. അധികം ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. സ്ലൈഡുകൾ ഗ്രൂപ്പിൽ ഇടാം. സ്ലൈഡ് സ്വയം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന സ്ലൈഡുകളാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം പ്രസന്റേഷൻ്റെ സെക്കൻഡ്. സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. യെസ്, കാണുന്നുണ്ട് സാർ. താങ്ക് യു. സെക്കൻഡ് ഞാനും കൂടി ഒന്ന് സ്ലൈഡ് സെക്കൻഡ്. നമുക്ക് തുടർച്ചയായി പോവാം. ഒരു ഓക്കെ. ഞാൻ പിന്നെ യൂണിറ്റ് 1 ആണ് കുറച്ചൊരു പരിചയം കുറവുണ്ടാവുക. ബാക്കിയെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ക്രിമിനൽ ലോ, അതുപോലെ പിന്നെ മറ്റേ ഏരിയയാണ് ഫാമിലി ലോ, ലേബർ ലോ ഏരിയയാണ്. യൂണിറ്റ് 1 മാത്രമാണ് കുറച്ച് പരിചയം കുറവുണ്ടാവുക. 1 മാത്രം ഒന്ന് അല്പ വിശദമായി 1 പറയാം. പിന്നെ 1ലുള്ള ഒരു 4-5 ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 5 ക്വസ്റ്റ്യൻ സ്ഥിരമായി യൂണിറ്റ് 1ൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വുമൻ എംപവർമെന്റ്. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും ചോദിച്ചിട്ടുള്ളത് 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് ആൻസർ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് എസ്സേ ആണ്. അത് ഷോർട്ട് ആൻസർ വന്നാലും എസ്സേ വന്നാലും ജനറലായി എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണത്. ആ ടോപ്പിക് ആണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് 3 ഇയറിന്റെ ജൂറിസ്പ്രുഡൻസിന്റെ സിലബസ് പ്രകാരമാണോ അതോ ജൂറിസ്പ്രുഡൻസ് ആണോ? ജെൻഡേഴ്സ് അല്ലേ? അപ്പൊ 3 ഇയറിന്റെ ടോപ്പിക് ആയിരിക്കും. 5 ഇയറിന്റെ ടോപ്പിക് ആയിരിക്കും അല്ല, 3 ഇയറിന്റെ ആണ് സാറേ. ടോപ്പിക് ജെൻഡർ ജസ്റ്റിസ് അല്ലേ? ജെൻഡർ ജസ്റ്റിസ് ആൻഡ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എന്നുണ്ട്. അതായിരിക്കും സാർ അങ്ങനെ ചോദിക്കാൻ കാരണം. ആ ടോപ്പിക്കിന്റെ പേര് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്. അത് പെട്ടെന്ന് ടോട്ടലി ജൂറിസ്പ്രുഡൻസ് എന്ന് പറയും. ഞാനും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ. അത് ഇത് 3 ഇയറിന്റെ സിലബസ് വെച്ച് സാറേ. ഇപ്പോ 3 ഇയറിന്റെ സിലബസ് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കി. ഒരു 8-10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. ലേറ്റസ്റ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 5 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. യൂണിറ്റ് 1 ആണ് കുറച്ച് പരിചയം കുറവുള്ള ഒരു ഏരിയ. അതൊന്ന് വിശദമായി പറഞ്ഞിട്ട് ബാക്കി എല്ലാ യൂണിറ്റുകളും വളരെ സ്പീഡ് പറയുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു കണ്ടിന്യൂസ് ചോദിച്ച ക്വസ്റ്റ്യൻ, യൂണിറ്റ് 1 എന്നുള്ള 5-6 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വുമൻ എംപവർമെന്റ് ആണ്. ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും എഴുതാവുന്ന ഒരു ഏരിയ ആണത്. അധികം ലോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എഴുതാം. ഉദാഹരണമായിട്ട് സിവിൽ സർവീസിന് മെയിൻ എക്സാമിനേഷന് ഒരു എസ്സേ എഴുതണം. 200 മാർക്കാണ് എസ്സേക്ക്. അതിനകത്ത് സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് വുമൻ എംപവർമെന്റ്.
CRPF, CASF ഒക്കെ എക്സാമുകൾക്ക് മിലിറ്ററി, അതുപോലെ പിന്നെ നേവി ഓർ ആർമി, എയർഫോഴ്സ്, അതിൻ്റെയൊക്കെ എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു essay ക്വസ്റ്റ്യൻ ആണ് വുമൻ എംപവർമെന്റ്. നമ്മൾ എഴുതുമ്പോൾ അല്പം കൂടി ലോയും കൂടി ചേർക്കണം എന്ന് മാത്രം ഒന്ന് പറയാം. ഒരു വാചകം വേണമെങ്കിൽ നിങ്ങൾ essayക്കകത്ത് ഉൾപ്പെടുത്തുന്ന നന്നായിരിക്കും. ഗാന്ധിജിയുടെ വാചകമാണ്, The day a woman can walk freely on the roads at night, that day we can say that India can achieve independence. ഇന്ത്യയിലൂടെ തെരുവുകളിലൂടെ രാത്രികളിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഗാന്ധിയുടെ വാചകമാണ്. വേണമെങ്കിൽ essayലോ ഇങ്ങനെ ഉൾപ്പെടുത്താവുന്ന ഒരു വാചകം. പലപ്പോഴും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന, ഉത്തരേന്ത്യകളിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ വെളിക്കിരിക്കാൻ പോകുമ്പോൾ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ നാടാണ് ഇന്ത്യ. അവിടെയാണ് ഗാന്ധിജിയുടെ ഈ ഒരു വാക്കുകൾക്ക് പ്രസക്തി എന്ന് പറയുന്നത്. യെസ്, മുന്നോട്ട് പോവാം. നെഹ്റുവിന്റെ ഒരു വാചകം കൂടി ചേർക്കാമെങ്കിൽ, യു ക്യാൻ ടെൽ ദ കണ്ടീഷൻ ഓഫ് എ നാഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്സ് വുമൻ. ഒരു രാജ്യത്തിന്റെ സ്ഥിതി, ഒരു രാജ്യത്തെ സ്ഥിതിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആ രാജ്യത്തെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. എത്രത്തോളം സ്ത്രീകൾക്ക് പദവിയും പരിഗണനയും കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ആ രാജ്യം ഉയർന്നതാണെന്ന് ഞാൻ പറയും. നെഹ്റു വുമൻ എംപവർമെന്റിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ്. essayയിൽ ഉൾക്കൊള്ളിക്കാം. ജസ്റ്റ് ഒന്ന്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ വളരെ പണ്ട്, ഏകദേശം ഏർലി വേദിക് പീരിയഡിൽ, ഏകദേശം കൃത്യമായ വാക്ക് പറയുന്നില്ല എങ്കിലും സ്ത്രീകൾ ബഹുമാനിക്കപ്പെട്ട ഒരു കൾച്ചർ ഇന്ത്യക്കുണ്ടായിരുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. അപ്പൊ മാതൃദേവോ ഭവ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആയിരുന്നു. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ ഉണ്ടാവും എന്നർത്ഥം വരുന്ന രൂപത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഏകദേശം തുല്യം, ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഏകദേശമാണ്. ഒരു ആണിനും പെണ്ണിനും തുല്യ പദവി പണ്ട് കാലത്ത് ഏർലി വേദിക് പീരീഡ് ഉണ്ടായിരുന്നു. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരുന്നു. അതുപോലെ അവർക്ക് സ്വന്തമായ സ്വത്തുവകൾ ഉണ്ടായിരുന്നു. വളരെ പ്രഗത്ഭരായ പണ്ഡിതർ, സ്ത്രീകളായ വനിതാരത്നങ്ങൾ, ഗാർഗി, മൈത്രേയി, ലോപമുദ്ര പോലെയുള്ള ആളുകള്, അവിടെ സ്ത്രീകള് വളരെ ആ മേഖലകളിൽ വിദഗ്ധരായ ഫിലോസഫേഴ്സ് വരെ ഉണ്ടായിരുന്നു ഏർലി വേദിക് പീരീഡ്. പക്ഷെ പിന്നീട് പോയി, പിന്നീട് ഡിക്ലൈൻ ചെയ്യുക ചെയ്തത്. ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്ക് പദവികൾ കുറഞ്ഞു, സ്ഥാനങ്ങൾ പോയി, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്നായി, അവർക്ക് സ്വത്തവകാശം കൊടുക്കാൻ പാടില്ല എന്നായി, പൊതുസ്ഥലത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നായി. അതുപോലെ അവരെപ്പോഴും മെയിൽ റിലേറ്റീവിന്റെ കൺട്രോളിൽ വേണം. പിതാ രക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയിലേക്ക് എത്തുന്നു. സെക്കൻഡിലെ ആ സമയത്ത് ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നു, സ്ത്രീധനം ഭീകരമായി ഉണ്ടാകുന്നു. അതുപോലെ സ്ത്രീകളുടെ എന്താ പറയാ, ഈ വിധവകളുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയിൽ വിധവകൾ പോകുന്നു. അപ്പൊ ഒരു കാലത്ത് സ്ത്രീകൾക്ക് നല്ല പദവി ഉണ്ടായിരുന്നു, പിന്നീട് പോവുകയാണ് ചെയ്തത്. മിഡീവൽ ഇന്ത്യയിൽ മാറ്റൊന്നുമില്ല. സ്ത്രീകൾക്ക് എപ്പോഴും അതിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിഡീവൽ പീരീഡിനെ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. ആ വലിയ പരിഗണന കിട്ടിയിട്ടില്ല. പർദ്ദ, എന്താ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വീടിനകത്തിരിക്കണം, മറച്ചിരിക്കണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇന്റലക്ച്വൽ ഏരിയയിൽ, വിദ്യാഭ്യാസപരമായ ഏരിയയിൽ, ബൗദ്ധികമായ ഏരിയയിലൊക്കെ സ്ത്രീകളെ അകറ്റി നിർത്തിയ ഒരു മിഡീവൽ പീരീഡ്. ബ്രിട്ടീഷ് റൂൾ സമയത്ത് നമുക്കുള്ള അവസ്ഥ പറയാം. പർദ്ദ സ്ട്രോങ് ആണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ മറക്കുള്ളിൽ ഡൗറി സ്ട്രോങ് ആണ്. പിന്നെ പെൺ ഭ്രൂണഹത്യ സ്ട്രോങ് ആണ്. സതി എന്ന് പറഞ്ഞ ആചാരം ഉണ്ടായിരുന്നു, അറിയാലോ. ചെറിയ കുട്ടികളെ പിന്നെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് ഉണ്ടായിരുന്നു. ഇതൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ബ്രിട്ടീഷ് റൂൾ പോലും ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ചില ബ്രിട്ടീഷ് ലെജിസ്ലേഷൻസ് ഇതിന് പരിഹാരത്തിന് വേണ്ടി ചില ലെജിസ്ലേഷൻസ് ഉണ്ടായി. ബംഗാൾ സതി റെഗുലേഷൻ ആക്ട് 1829 ഉണ്ടായി. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856 ഉണ്ടായി. ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് 1929 ഉണ്ടായി. ഹിന്ദു വുമൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട്. ഇത് കുറച്ചൊക്കെ ചില മാറ്റങ്ങൾ ബ്രിട്ടീഷ് പീരീഡിൽ ചില നിയമങ്ങളിലൂടെ സ്ത്രീകളുടെ പദവി
നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ്. 16, 21 ഒക്കെ ഉണ്ടല്ലോ, കുറെ ഉണ്ട്. അതിലേക്ക് വരാം, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാം. ക്രിമിനൽ ലോയിലും സ്ത്രീകൾക്ക് ഒരുപാട്, അതും ക്രിമിനൽ ലോയുടെ സ്ലൈഡ് ഞാൻ വേറെ വരുന്നുണ്ട്, അപ്പൊ അവിടെ വിശദമായി പറയാം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയാണ് ക്രിമിനൽ ലോ. ലേബർ ലോയിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, അങ്ങനെ ഒരുപാട് ലേബർ ലോയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഫാമിലിയിൽ ഒരുപാട് അഡോപ്ഷന്റെ കേസാണെങ്കിലും, സ്ത്രീകൾ സ്വത്താവകാശത്തിന്റെ കേസാണെങ്കിലും, ഡിവോഴ്സിന്റെ കേസാണെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് വുമൻ എംപവർമെന്റിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ പ്രീ വേദിക് പീരീഡ് മുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷം പിന്നീട് നിരവധി ലോ വന്ന വരെയുള്ള ഒരു കേസ്. ഇപ്പൊ ഇത് ഷോർട്ട് ആൻസർ എഴുതാനല്ല, വേണമെങ്കിൽ ഇത് എസ്സേ ആക്കാനും കൂടി കഴിയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനത്തിന്റെ കൂടെ ഒരു 5-6 നല്ല കേസ് ലോസ് കൂടി കൊണ്ടുവരികയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയ എസ്സേ ആകും. ഞാൻ കേസ് ലോസ് ഞാൻ കുറച്ചെണ്ണം ലാസ്റ്റ് പറയാൻ സമയം കിട്ടില്ല, പക്ഷെ വിശദമായ കേസ് ലോസ് ആണ്. അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എല്ലാ കേസ് ലോ. അത് 8-10 കേസ് ലോ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ 8-10 കേസ് കൊണ്ട് എഴുതണമെങ്കിൽ വുമൻ എംപവർമെന്റ് പറയുന്ന ഒരു ഏരിയ, അത് ജെൻഡർ ജസ്റ്റിസ് ഉള്ള ഏരിയ, ഏകദേശം നിങ്ങൾക്ക് അവിടെ ആ ഒരു എസ്സേ വന്നാൽ പോലും, ഷോർട്ട് ആൻസർ വന്നാൽ എഴുതാൻ ഇഷ്ടം പോലെ ആയി, എസ്സേ വന്നാലും എഴുതാനുള്ള ഐറ്റം ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, യൂണിറ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ഫെമിനിസം? ഫെമിനിസം എന്നുള്ള ഷോർട്ട് ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. കൂടുതലും ഫെമിനിസം എന്ന ഷോർട്ട് ആൻസർ ആണ്. ചില സ്ഥലത്ത് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ഉണ്ട്, ചില സ്ഥലത്ത് ഫെമിനിസ്റ്റ് തിയറീസ് ഓഫ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. അല്ല, ഫെമിനിസം പറയാം, ഇത് മൂന്നും പറയാം. ഫെമിനിസം പറയാം, ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് പറയാം, തിയറീസ് ഓഫ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് പറയാം. ആദ്യം ഫെമിനിസം എന്താണെന്നുള്ളത്, ഒരു എന്താണ് ഫെമിനിസം, ഷോർട്ട് ആൻസർ ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതൊരു പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് മൂവ്മെന്റ് ആണ്. രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായും സാമ്പത്തികമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണത്. ഈക്വൽ റൈറ്റിനാണ് അത് ഉദ്ദേശിക്കുന്നത്, തുല്യ അവകാശത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു മൂവ്മെന്റ്. അപ്പൊ സ്ത്രീകൾക്ക് തുല്യ പരിഗണന കിട്ടുക എന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് മൂവ്മെന്റ് ആണ് ഫെമിനിസം. ഒന്നുകൊണ്ട് ഡെഫിനിഷൻ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. എസ് എഴുതുമ്പോഴോ ഷോർട്ട് ആൻസർ എഴുതുമ്പോഴോ നിങ്ങൾക്ക് ആ ആൻസറിൽ ആദ്യം ആ ഇൻവെർട്ടർ കോമിൽ ഡെഫിനിഷൻ എഴുതിയാൽ നന്നായിരിക്കും. ദ തിയറി ഓഫ് ദി പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് സെക്സസ്. ഒന്ന്, ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓൺ ബിഹാഫ് ഓഫ് വുമൻസ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. 2 ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. ആ ഡെഫിനിഷൻ ഒന്നാണ് ഡെഫിനിഷൻ. നിങ്ങൾ ഷോർട്ട് ആൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ എസ് ആണെങ്കിലോ ആദ്യം എഴുതി വെച്ചിട്ട് ഇൻവെർട്ടർ കോമിൽ ഇട്ടിട്ട് അണ്ടർലൈൻ ചെയ്താൽ നന്നായിരിക്കും. യെസ്, മുന്നോട്ട് പോവാം. ഫെമിനിസത്തിന്റെ ഷോർട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫെമിനിസം 1850 സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം ഒന്നാം ഘട്ടം 1950 അവസാനിക്കുന്നു. ആ ഘട്ടത്തിൽ കാര്യമായിട്ട് സ്ത്രീകൾ പോരാടിയത്, സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണമെന്നുള്ള അവകാശം, ഒരു പോരാട്ടം ഉണ്ടായി. വോട്ടവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. വോട്ടവകാശത്തിന്റെ പോരാട്ടം പലയിടത്തും വോട്ടവകാശം കിട്ടിയ ഒരു കാലഘട്ടത്തിലാണ് വോട്ടവകാശത്തിന് ഫൈറ്റ് നടന്നിട്ടുള്ളത്. അതുപോലെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു, അത് അന്ന് വരെ സ്ത്രീകളെ കണ്ടിരുന്നത്, സ്ത്രീകളെയും കുട്ടികളെയും കണ്ടിരുന്നത് ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി ആണ് എന്ന രൂപത്തിലാണ്. അപ്പൊ അതിനെതിരെയുള്ള ഒരു പോരാട്ടം. പിന്നെ എഡ്യൂക്കേഷൻ ഒരു വാക്ക്, ഫോർ എഡ്യൂക്കേഷൻ, ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ, എഡ്യൂക്കേഷണൽ അവകാശത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ജോലി ചെയ്യാൻ പുറത്തു പോകാൻ പറ്റുന്നില്ല, പുറത്തുള്ള അവകാശം വേണ്ടിയൊക്കെ. ഇതൊക്കെയാണ് ആദ്യഘട്ട ഫെമിനിസം, ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ വന്നത് കുറച്ചും കൂടിയും എന്റെ ശരീരം എന്റെ അവകാശമാണ്, ബോഡിലി ഓട്ടോണമി വന്നു. ജെൻഡർ റോളുകൾ ചലഞ്ച് വന്നു. വീടിന്റെ അകത്ത് കയറി പാചകം ചെയ്യേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ചലഞ്ച് വരുന്നു. വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് ആണിന് കൂലി കൂടുതൽ കൊടുക്കുന്നു, പെണ്ണിന് കൂലി കുറച്ച് തരുന്നു. ആണിന് ഉയർന്ന പദവി കൊടുക്കുന്നു, പെണ്ണിന് പദവി കൊടുക്കുന്നില്ല. ഇത്തരം വർക്ക് പ്ലേസിലൊക്കെ ഇക്വാലിറ്റി വേണ്ടി വാദം വരുന്നു. അവിടെ ഡൊമസ്റ്റിക് വയലൻസിന്റെ വിഷയം ആദ്യമായി അഡ്രസ് ചെയ്ത് സെക്കൻഡ് വേവിലാണ്.
സെക്ഷൽ അസാൾട്ട്, സ്ത്രീകൾക്ക് ബോഡിലി ഓട്ടോണമി, റേപ്പ്, സെക്ഷൽ എല്ലാ തരത്തിലുള്ള സെക്ഷൽ അസാൾട്ടിനെതിരെയും ഉള്ള ഒരു മൂവ്മെന്റ് വരുന്നത് സെക്കൻഡ് വേവിലാണ്. ഓക്കെ, തേർഡ് വേവ് 1947 മുതൽ തേർഡ് വേവ് ആണ്. അത് അപ്പോഴേക്ക് ഒരു സ്ത്രീ പുരുഷൻ അപ്പുറത്തേക്ക് കുറച്ചുകൂടി റേസ്, കാസ്റ്റ്, കൾച്ചർ എല്ലാം കൂടി കൂടിയ ലെവലിലേക്ക് തേർഡ് വേവിൽ എത്തുന്നു. ഇന്റർസെക്ഷനാലിറ്റി, ഓരോ ഇൻഡിവിജ്വൽ എംപവർമെന്റിലേക്ക് ഓരോ സ്ത്രീകൾ എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ ആണ് പെണ്ണ് എന്നുള്ള ബൈനറി, സ്ത്രീ പുരുഷൻ എന്നുള്ള ബൈനറി മറികടന്നിട്ട് ട്രാൻസ്ജെൻഡർ പോലുള്ള വിഷയങ്ങൾ വരുന്നു. പിന്നെ അതുവരെ മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തേർഡ് വേവിലാണ് കുറച്ചും കൂടി മെയിലും ഫീമെയിലിനും അപ്പുറത്തുള്ള കുറെ വിഭാഗങ്ങൾ LGBTQ+ വരുന്നത്. പിന്നെ സ്ത്രീകൾക്കെതിരെ വയലൻസ്, വൻതോതിലുള്ള വയലൻസ് അഡ്രസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു തേർഡ് വേവിലാണ്. ഓക്കെ, ഞാൻ ഫെമിനിസത്തിന്റെ ഒരു ഘട്ടങ്ങൾ, 3 ഘട്ടങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്? അത് ഫെമിനിസത്തിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എസ്സേ ഒക്കെ ആണെങ്കിൽ ആദ്യം ഫെമിനിസം എഴുതിയിട്ട് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിലേക്ക് പോകുന്നതാണ് നല്ലത്. ഷോർട്ട് ആൻസർ ആണെങ്കിൽ പോലും ആദ്യം എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിലേക്ക് പോകാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്നു, വാട്ട് ഈസ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്? പിന്നെ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് അത്, ദാറ്റ് ക്രിട്ടിസൈസ് ആൻഡ് അനലൈസ് ലോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കറക്റ്റ് ചെയ്യട്ടെ. ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ക്രിട്ടിസൈസ് ആൻഡ് അനലൈസ് ലോ ഫ്രം എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് നിയമത്തെ, ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് ക്രിട്ടിസൈസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്. അത് എന്തൊക്കെ ചെയ്യുന്നു? ഈ നിലവിലുള്ള ലീഗൽ വിലയിരുത്തപ്പെടുന്നു. 1. 2, ഇതിലുണ്ടാകുന്ന മിസ്മാച്ചുകളുണ്ട്. ഇപ്പോഴുള്ള എക്സിസ്റ്റ് നിയമങ്ങളിലെ മിസ്മാച്ചുകളുണ്ട്. ആ മിസ്മാച്ചുകൾ, ഡിനയലുകൾ, നിഷേധങ്ങൾ, ഡിസ്റ്റോർഷൻസ്, വികൃതമാക്കപ്പെടലൊക്കെ ലീഗൽ പ്രിൻസിപ്പിൾസ് അത് എക്സാമിൻ ചെയ്യുന്നു. ഇപ്പൊ ഉള്ള പല സ്റ്റാറ്റ്യൂട്ടിലും ഉണ്ടായിരുന്ന പാട്രിയാർക്കൽ ഇന്റർസെക്ഷൻ, അത് ആണധികാരത്തിന്റെ ഒരു താല്പര്യങ്ങൾ, അത് നോക്കുന്നു. എന്തൊക്കെ നിയമങ്ങളാണ് എക്സിസ്റ്റിംഗ് ലോയിൽ, എന്തൊക്കെ മാറ്റങ്ങളാണ് എക്സിസ്റ്റിംഗ് ലോയിൽ ആവശ്യമുള്ളത് എന്ന് വിലയിരുത്തുന്നു. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ചെയ്യുന്നു. അപ്പോൾ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് പറയുമ്പോൾ എന്താണ് ഫെമിനിസം എന്ന് പറയണം, എന്നിട്ട് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്തൊക്കെ തരത്തില് എങ്ങനെയൊക്കെയാണ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ 5-6 കേസ് ലോ കൂടി എഴുതാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കേസ് ലോ ലാസ്റ്റ് ചെയ്യാൻ തരാം. പിന്നെ ഇനി ചിലപ്പോൾ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് പറയുമ്പോൾ തന്നെ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ഉള്ള ചില മേജർ സ്കൂൾസ് ഉണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മേജർ സ്കൂൾസ് ഓഫ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസം ചോദിച്ചിട്ടുണ്ട്, ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ സ്കൂൾസ് ഓഫ് ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്? എന്തൊക്കെ തരത്തിലുള്ള സ്കൂളുകളാണ്? അത് എസ് ആണ് ചോദിക്കാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി. പക്ഷെ ആ എസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫെമിനിസം എഴുതുകയും ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എന്താ എഴുതുകയും ഈ സ്കൂളുകൾ പറയുകയും പ്ലസ് കുറച്ച് കേസ് ലോസ് എഴുതുകയും ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ജനറൽ പേപ്പറാണ്, അത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവയർനെസ് വെച്ച് തന്നെ ഈ എക്സാം എഴുതാവുന്നേ ഉള്ളൂ. കൺസെപ്റ്റ് മാത്രം പറയാം. ലിബറൽ ഫെമിനിസം എന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ 18th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്തു. ഇൻഡിവിജ്വലിസമാണ്, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം, എന്നെ ആരും നിയന്ത്രിക്കേണ്ട, എന്നെ ആരും തടയേണ്ട, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ക്യാൻ ഡു വാട്ട് ഹി, ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം. പിന്നെ ലീഗലായാലും പൊളിറ്റിക്കലായാലും ഞങ്ങൾ സ്ത്രീകൾക്ക് ആണിന് തുല്യമാണ്, പുരുഷന്മാർക്ക് തുല്യമാണ്. പിന്നെ സമൂഹത്തിന് ഒരു മൂഢവിശ്വാസമുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴെയാണ് എന്ന വിശ്വാസമുണ്ട്. പിന്നെ ലോ എന്തിനാണ്? സമൂഹത്തെ മാറ്റിയിട്ട് ആണിനും പെണ്ണിനും തുല്യ പദവി കൊടുക്കാൻ. ഇതാണ് ലിബറൽ ഫെമിനിസത്തിന്റെ മെയിൻ പോയിന്റ്സ്. മാത്രം കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ലിബറൽ ഫെമിനിസത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. മാർക്സിസ്റ്റ് ഫെമിനിസം ഉണ്ട്. അതിനകത്ത് എല്ലാറ്റിനെയും അടിസ്ഥാന പ്രശ്നം മുതലാളിത്തമാണ്.
സ്ത്രീകൾ ഇങ്ങനെ തടയപ്പെടേണ്ടത്, സ്ത്രീകൾ പിന്നോക്കം വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം മുതലാളിത്തമാണ്. കാരണം മുതലാളിത്തത്തിന് പിന്നില് മുതലാളിത്തം ഓരോ സ്ത്രീയെയും ആഗ്രഹിക്കുന്നത് പ്രൊഡക്ഷന്റെ ഒരു ഉപകരണം മാത്രമാണ്. ജോലി സ്ഥലത്താണെങ്കിൽ പോലും പ്രൊഡക്ഷൻ ഉപകരണം, വീട്ടിലാണെങ്കിലോ റീപ്രൊഡക്ഷന്റെ ഒരു ഉപകരണം ആയിട്ടാണ് സ്ത്രീകൾ. കാരണം ശരിയാണ്, മുമ്പത്തെ കാലത്ത് സ്ത്രീകൾക്കൊക്കെ ഒന്നും കുട്ടികൾ വേണോ വേണ്ട തീരുമാനിക്കാനോ എത്ര കുട്ടികൾ വേണം തീരുമാനിക്കൊന്നും സ്ത്രീകൾക്ക് അധികാരം ഉണ്ടായില്ല. റീപ്രൊഡക്ഷൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുമ്പോഴാണ്, മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുമ്പോഴാണ് അവിടെ ആ പ്രോപ്പർട്ടി സ്വന്തമാക്കുകയും അവിടെ ഒരു ആണിന്റെ അധികാരം വരികയും ചെയ്യുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുമ്പോഴാണ്. പിന്നെ ഡൊമസ്റ്റിക് സ്ലേവറിയാണ് ഈ ഓപ്പറേഷന്റെ സെൻട്രൽ റീസൺ. വീടുകളിൽ 10-15 മണിക്കൂർ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ ഒരു പോയിന്റ്. റാഡിക്കൽ ഫെമിനിസം മറ്റൊരു ഏരിയയാണ്. റാഡിക്കൽ ഫെമിനിസം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ഡോമിനന്റ് ഫെമിനിസമാണ്. അല്പം കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് കൾച്ചറിനെയാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. സെക്കൻഡ്, റാഡിക്കൽ ഫെമിനിസം. ഓക്കെ, യെസ്. പിന്നെ അവര് സമൂഹത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സമൂഹം വലിയ തോതിൽ പാട്രിയാർക്കലാണ്. സമൂഹം വലിയ തോതിൽ പിന്നെ ആണിന്റെ അധികാരത്തിന്റെ പിന്തുണച്ചുകൊണ്ടിട്ടാണ്. അപ്പോ ഈ പാട്രിയാർക്കിയെ അബോളിഷ് ചെയ്യണം. എക്സിസ്റ്റിംഗ് സാമൂഹ്യ ക്രമം, സാമൂഹ്യ വ്യവസ്ഥ കൺസെപ്റ്റുകൾ. മറ്റൊരു ഏരിയയാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. അതായത് അവിടെ ക്ലാസ് ആണ്, ജെൻഡർ ആൻഡ് ക്ലാസ്. ജെൻഡർ ആൻഡ് ക്ലാസ്, ഈ ജെൻഡർ പോലെ തന്നെ സ്ത്രീകൾ പിന്നോക്കമുള്ള കാരണം വർഗമാണ്. വർഗം, ഈ ക്ലാസും ഒരു സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാണ്. കാരണം പ്രൊഡക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആണിനാണ്. വീടിനകത്താണെങ്കിലും കൺട്രോൾ ആണിനാണ്, വീടിന്റെ പുറത്തായാലും കൺട്രോൾ ആണിനാണ്. മെൻ കൺട്രോൾ റീപ്രൊഡക്റ്റീവ് പവർ ഓൾസോ. കുട്ടികൾ വേണോ വേണ്ട തീരുമാനിക്കുന്നത് പോലും ആണാണ്. പിന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും, അത് ചർച്ച ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഭരണകൂടമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, എല്ലാം ആണധികാരത്തിൽ അധിഷ്ഠിതമാണ്. ഇതാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ പ്രിൻസിപ്പിൾ. കൾച്ചറൽ ഫെമിനിസം അല്പം കൂടി വ്യത്യസ്തമാണ്. അവിടെ നിന്ന് ആണും പെണ്ണും ഈക്വൽ അല്ല, ആണിനും പെണ്ണിനും വ്യത്യസ്തതകളുണ്ട് എന്നാണ് കൾച്ചറൽ ഫെമിനിസം പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമുള്ള ചില സുപ്പീരിയർ ഫീമെയിൽ വാല്യൂസ് ഉണ്ട്, അതുപോലെ ആണിന് മാത്രമുള്ള ചില വാല്യൂസ് ഉണ്ട്. പിന്നെ അവര് വുമൻഹുഡിനെ ഇഷ്ടപ്പെടുന്നു. മറ്റേതുപോലെ പലപ്പോഴും സ്ത്രീകൾ അധികം മേക്കപ്പ് ഉണ്ടാകുന്നതും സ്ത്രീകൾ സ്ത്രീത്വത്തെ വല്ലാതെ പുൽകൊള്ളുന്നതും അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ ഒരു കൾച്ചർ ഫെമിനിസം അവരെ സ്ത്രീത്വത്തെ നിലനിർത്തിക്കൊണ്ട് ഫെമിനിസത്തെ എല്ലാം ഇപ്പോഴുള്ള എല്ലാ കൺസെപ്റ്റുകളെയും ഡീകൺസ്ട്രക്ട് ചെയ്യാണ്. ഇപ്പോഴുള്ള മെയിൽ ഫീമെയിൽ കൺസെപ്റ്റുകളെ പിന്നെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു. പോസ്റ്റ് മോഡേൺ ഫെമിനിസത്തിൽ കുറച്ചും കൂടി ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുന്നു, പവറിൽ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ പെർഫോമൻസ് നോക്കുന്നവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതാണ്, 1 and 2 ഒക്കെ പഠിച്ചതാണ്. പിന്നെ പ്രിയാമ്പിൾ ജസ്റ്റ് ഒന്ന് പ്രിയാമ്പിൾ മനസ്സിൽ കാണിച്ചോളൂ. പ്രിയാമ്പിളില് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വുമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ട ജസ്റ്റ് ഇതിലത്തെ വാക്കുകളുണ്ട് നോക്കുക. ഇതാണ് പ്രിയാമ്പിളിലെ വാക്കുകൾ. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഞാനൊന്ന് പിന്നെ റെഡ് ഇങ്കിൽ കാണിച്ചിട്ടുണ്ട്. വി എന്നാണ്. വി എന്ന് പറയുമ്പോൾ തന്നെ വന്നു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. അടുത്തത് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഓൾ, എല്ലാം. അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എവിടെയില്ല കേട്ടോ. എല്ലായിടത്തും ഓൾ എന്നും വി എന്നും സിറ്റിസൺസ് എന്നും വ്യക്തമായി ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള വ്യക്തമായിട്ട് അപ്പൊ പ്രിയാമ്പിള്, ഇന്ത്യൻ ഭരണഘടന പ്രിയാമ്പിൾ കൃത്യമായിട്ട് ജെൻഡർ ന്യൂട്രൽ ആണ്. മാത്രമല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വാക്ക് പറഞ്ഞിട്ടുണ്ട്. UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ആർട്ടിക്കിൾ 1, all human beings are born free
ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. എല്ലാ മനുഷ്യന്മാരും സ്വന്തം ജനിക്കുന്നു, എല്ലാവർക്കും തുല്യമായ പരിഗണനയും അവകാശങ്ങളും വേണം. UDHR ആർട്ടിക്കിൾ 1. ഇത് തന്നെ നമുക്ക് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The state shall not deny to any person equality before law and equal protection of the laws within the territory of India. Article 14 അറിയാം. Article 15 അറിയാം. The state shall not discriminate, എത്ര പറയുന്നു, against citizen on grounds only of religion, race, caste, sex, പറയുന്നുണ്ട്, place of birth or any one of them. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 14 15 ഒക്കെ പറയേണ്ടി വരും. ആർട്ടിക്കിൾ 15, യെസ്. ആർട്ടിക്കിൾ 15 clause 3 authorizes the state to make special provisions for women and children. ആർട്ടിക്കിൾ 15 clause 3 നിങ്ങൾക്ക് അറിയാം. ആർട്ടിക്കിൾ 16, the state, there shall be equality of opportunity for all its citizens in matters relating to employment or appointment to any office under the state. Article 16. Article 19(1)(g), freedom of trade and occupation. All citizens have the right to practice any profession or any occupation, trade or business. The right must be exercised with the human dignity. Article 19(1) clause G. All. Sexual harassment at workplace. അവിടെ സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ 19(1)(g)യുടെ വയലേഷൻ ആയിട്ടും വരും. മുന്നോട്ട് പോകുന്നു, അറിയാവുന്ന ഏരിയയാണ്. ആർട്ടിക്കിൾ 21 ഒന്നും പറയുന്നില്ല. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. മുന്നോട്ട് പോയി. ആർട്ടിക്കിൾ 23 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. Traffic, what is traffic? Selling and buying of human beings as slaves. It also includes immoral traffic in women. Article 23. Article 39. Men and women equally have the right to adequate means of livelihood, equal pay for equal work for both men and women. Article 42. The state should provide just and humane conditions of work. Article 42. The state should provide material relief. Article 44. It is the duty of the state to secure a uniform civil code for the citizens of India. Article 51A, fundamental duties എന്ന് പറയുന്നു, to renounce practices derogatory to dignity of women. സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രാക്ടീസും നമ്മൾ ഒഴിവായി മാറി നിൽക്കണം. ആർട്ടിക്കിൾ 243D, റിസർവേഷൻ ഓഫ് 1/3 സീറ്റ്സ് ടു ലോക്കൽ ബോഡീസ് എലക്ഷൻ. ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളിന്റെ ഏരിയ. ഞാൻ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു. അത് ഞാൻ സ്ലൈഡ് അയച്ചു തരാം. യെസ്, ഇനി നമുക്ക് ക്രിമിനൽ ലോ നോക്കാം. സെക്കൻഡ്. യെസ്, സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. യെസ്, ക്രിമിനൽ ലോ പറയാണ്. 5 പറയാം. ക്രിമിനൽ ലോയിൽ നിങ്ങൾ പഠിച്ചതാണ്. അതിനകത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയ പറയാം. പ്രൈവറ്റ് ഡിഫൻസ്, സെക്ഷൻ 33 to 44 BNS. IPC 96 മുതൽ 106 വരെ വരും. IPCയിൽ പ്രൈവറ്റ് ഡിഫൻസ് BNSൽ പ്രൈവറ്റ് ഡിഫൻസ് സ്ത്രീകൾ ഉപയോഗിക്കാം. ക്യാൻ ബി എക്സ്റ്റെൻഡബിൾ ടു ഡെത്ത് ഓഫ് എ പേഴ്സൺ വരെ പോവാം. പ്രൈവറ്റ് ഡിഫൻസ് എപ്പോഴൊക്കെ ഒരാൾ പ്രൈവറ്റ് ഡിഫൻസ് കൊണ്ട് ഒരാൾ ഡെത്ത് വരെ പോകാവുന്ന ഘട്ടങ്ങൾ അറിയാം. അസാൾട്ട് ദാറ്റ് മേ കോസ് ഡെത്ത്, നിങ്ങൾക്ക് ഡെത്ത് വരുന്ന സാധ്യത ഉണ്ടെങ്കിൽ. അസാൾട്ട് ദാറ്റ് മേ കോസ് ഗ്രീവിയസ് ഹേർട്ട്, നിങ്ങൾക്ക് ഗ്രീവിയസ് ഹേർട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ. റേപ്പ് ഓർ അറ്റംപ്റ്റ് റേപ്പ്, അൺനാച്ചുറൽ ഒഫൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഡിഫൻസ് ഡെത്ത് വരെ, ആസിഡ് അറ്റാക്ക് പിന്നെ ചേർത്താണ്, ഡെത്ത് വരെ പോകാവുന്നതാണ് ഈ പ്രൈവറ്റ് ഡിഫൻസുകൾ. ഓക്കെ, നിർഭയ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കേസാകൊണ്ട് പറയുന്നില്ല. IPC നിർഭയ കേസ് ശേഷം വന്ന കുറച്ച് കാര്യങ്ങളാണ്. 354A ഷോയിങ് പോർണോഗ്രഫി, സെക്ഷലി കളേർഡ് റിമാർക്സ് ഉണ്ടെങ്കിൽ ഇംപ്രിസൺ ഫോർ 3 years. പോർണോഗ്രാഫി കാണിക്കുകയോ
സെക്സുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക ചെയ്താൽ 3 വർഷത്തെ പണിഷ്മെന്റ്. 354B ക്രിമിനൽ ഫോഴ്സ്, ടച്ച് ചെയ്യുന്നു, ക്രിമിനൽ ഫോഴ്സ് ട്വിൻ വുമൻ, സ്ത്രീകൾക്ക് തന്നെയുള്ള എന്തെങ്കിലും ടച്ച് ഉണ്ടാകുന്നു, ഇംപ്രസൺ അപ് ഫ്രം 3 years to 7 years. 354C വോയറിസം എന്നുള്ള വാക്ക് അറിയാം, സ്ത്രീകളുടെ പിക്ചർ പിടിക്കുന്നു, 1 year താഴെ 1 year കുറയാത്ത പണിഷ്മെന്റ് സ്ത്രീകളുടെ ഇമേജ് ഉണ്ടെങ്കിൽ അത് 3 വർഷം വരെ പോവാം. 354D സ്റ്റോക്കിംഗ്, ഫോളോയിങ് വുമൻ റിപ്പീറ്റഡ്ലി, അതല്ല നേരിട്ടായിക്കോണമെന്നില്ല, ഇലക്ട്രോണിക് മീഡിയ വഴിയാണെങ്കിൽ പോലും പണിഷ്മെന്റ് ആണ്, 3 years ആണ് പണിഷ്മെന്റ്. ഫീമെയിൽ ഇൻഫാന്റിസൈഡ് സെക്ഷൻ 316 വരെ പോകുന്നുണ്ട്. ഒരു സ്ത്രീയെ അവരുടെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു, പണിഷ്മെന്റ് ഇംപ്രിസൺ ഫോർ ലൈഫ്, ഇംപ്രിസൺ അപ് ടു 10 years പണിഷ്മെന്റ്. ഡവറിക്ക് വേണ്ടിയുള്ള ഹോമിസൈഡ് സെക്ഷൻ 304B, where the death of a woman is caused by any burns or bodily injury or otherwise than under normal circumstances within 7 years. 304B dowry death, punishment not less than 7 years, minimum 7, maximum life imprisonment. Hurt causing bodily pain, disease or infirmity to any person is said to cause hurt. Section 319, punishment 1 year imprisonment, fine 1000 rupiya. അവർ ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ കോസിങ് ബോഡിലി ഇഞ്ചറി ഉണ്ടാവും, അപ്പോൾ അവിടെ ഹാർട്ട് വരാം. ഗ്രീവിയസ് സെക്ഷൻ 320, ആ കുറച്ച് കണ്ടീഷൻ ഉണ്ടല്ലോ, ആ കണ്ടീഷൻ വരുമ്പോൾ ഗ്രീവിയസ് ആയിട്ട് വരും, പണിഷ്മെന്റ് 7 years, ഫൈൻ വരും. പിന്നീട് ഉൾപ്പെടുത്തിയ IPC ആസിഡ് അറ്റാക്ക് 26A, ഒരു ആസിഡ് ഒഴിക്കുക, പെർമനന്റോ പാർഷ്യലോ ഡാമേജ് ഉണ്ടാകുക ശരീരത്തിന്റെ ഭാഗത്തേക്ക്, അതാണ് ആസിഡ്. പണിഷ്മെന്റ് നോട്ട് ലെസ് ദാൻ 10 years, 10 വർഷത്തിൽ കുറയാത്ത പണിഷ്മെന്റ്. ഫൈന് 10 ലക്ഷം രൂപയാവാം. ആ ഫൈന് വ്യക്തിയിൽ കൊടുക്കും വേണം. കോഗ്നൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്, ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ. അപ്പൊ ഇത് നിങ്ങളുടെ ക്രിമിനൽ ലോയെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയയാണ്, അത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് പിന്നെ കുറച്ച് 10 പ്രോബ്ലമാണ് പറയാൻ പോകുന്നത് കേട്ടോ. 10 പ്രോബ്ലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 9:11 10 പ്രോബ്ലം കഴിഞ്ഞിട്ട് 8-10 കേസ് ലോ, വളരെ വിശദമായ കേസ് ലോ ഉണ്ട്. ഞാൻ ഇപ്പൊ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, 1-2 ദിവസം വെച്ചിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് 8-10 കേസ് ഞാൻ സ്ലൈഡ് ഇട്ട് തരാം, അത് വായിച്ചാൽ ആ കേസ് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പ്രോബ്ലം മാത്രം പറയുന്നു. സെക്കൻഡ്, പ്രോബ്ലംസ് 10 പറയാം. 10 പറയുമ്പോൾ സമയമാവും. യെസ്, സ്റ്റാർട്ട് ഷെയർ ചെയ്യട്ടെ. യെസ്, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തിട്ടില്ല. 10 പ്രോബ്ലമാണ്. 10 പ്രോബ്ലം പറയുന്ന തന്നെ 99 സ്ലൈഡ് ഉണ്ട്. അത് പറയുമ്പോഴേക്ക് സമയം കഴിയും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാം, an air hostess working in Air India is illegally terminated on the ground that she is pregnant. She filed a writ before Supreme Court that her fundamental right is violated. എയർ ഇന്ത്യ വേഴ്സസ് നർഗീസ് മിർസ കേസാണ്. ആ കേസ് ഒക്കെ അറിയാം. ആ കേസ് ഞാൻ സ്ലൈഡ് ഇടുക ചെയ്യാം, വിശദമായിട്ടുള്ള കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആക്ച്വലി ചെയ്യാം. ഇഷ്യൂ ഇതാണ്, എഴുതുന്ന രീതിക്ക് termination of X and air hostess in Air India on the ground of pregnancy violates her fundamental rights under the Constitution of India. എന്തൊക്കെ വരും? ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി വയലേഷൻ വരും. കാരണം എന്താണ്? ഈക്വൽ, ആണിനും പെണ്ണും തുല്യമല്ല, അപ്പോ ഇക്വാലിറ്റിയുടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ. ആർട്ടിക്കിൾ 15 പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ ആയതുകൊണ്ടാണ്. പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് സെക്സ് വരുന്നുണ്ട്. ടെർമിനേഷൻ ഓഫ് pregnancy is a form of sex based discrimination ആണ്. ആർട്ടിക്കിൾ 15 clause 1 വയലേഷൻ ആണ്. ആർട്ടിക്കിൾ 16 വയലേഷൻ ഉണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ്, തുല്യ പരിഗണന വേണം. അപ്പോ ടെർമിനേഷൻ ബേസ്ഡ് ഓൺ പ്രഗ്നൻസി ആർട്ടിക്കിൾ 16 വയലേഷൻ ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിന് വയലേഷൻ ആണ്. ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ് ഓഫ് എ വുമൻ ഡ്യൂറിംഗ് മെറ്റേണിറ്റി ലീവ്, എൻറ്റൈറ്റിൽഡ് വുമൻ ടു മെറ്റേണിറ്റി ലീവ് ആൻഡ് ബെനിഫിറ്റ് സെക്ഷൻ 12 5 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിനെതിരാണ്. ആ കേസ് നർഗീസ് മിർസ ഞാൻ പറയുന്നില്ല, വിശദമായി വരുന്നുണ്ട്. അനൂജ് ഗാർഗ് വേഴ്സസ് ഹോട്ടൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ
പിന്നെ ജെൻഡർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി withstand the test of strict scrutiny, reinforce that outdated stereotypes cannot justify discriminatory employment policies. മറ്റൊരു കേസാണ്. അപ്പൊ അനാലിസിസ് ഇത്രേ ഉള്ളൂ. അത് ഇത്രയാണ്. ഈ എന്താ ആളെ ടെർമിനേറ്റ് ചെയ്യണത് ആർട്ടിക്കിൾ 14, 15, 16, 19, 21 ആണ്. പിന്നെ അത് മാത്രമല്ല, ലേബർ ലോയില് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് സെക്ഷൻ 12 വയലേഷൻ ആണ്. അത് മാത്രമല്ല, പ്രസിഡന്റ് ഉണ്ട് ആ കേസിലോ, എയർ ഇന്ത്യ വേഴ്സസ് നർഗീസ് മിർസ കേസ് ഉണ്ട്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. യെസ്. Conclusion: the Supreme Court is likely to hold the termination of X as illegal and unconstitutional. X petition under Article 32 is maintainable and she is entitled to reinstatement and possibly compensation for violation of her rights. First case അറിയുന്ന കേസാണ്. Problem 2. X and Y both married according to Hindu custom and rituals. After some years, Y എക്സും വൈയും കല്യാണം കഴിച്ചു ഹിന്ദു മത ആചാര പ്രകാരം. ആഫ്റ്റർ സം ഇയേഴ്സ്, കുറച്ചു കാലം കഴിഞ്ഞപ്പോ, വൈ ദ ഹസ്ബൻഡ് കൺവേർട്ടഡ് ഇസ്ലാം, ഹസ്ബൻഡ് ഇസ്ലാമിലേക്ക് മാറി. ആൻഡ് മാരീഡ് സെറ്റ് ഹു ഈസ് എ മുസ്ലിം വുമൻ, ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. പഴയ ഭാര്യ എക്സ് പറയുന്നു ഡിവോഴ്സ് വേണം. ഇഷ്യൂ: വെദർ ദ എക്സ്, എ ഹിന്ദു വുമൻ, ക്യാൻ സീക്ക് ഡിവോഴ്സ് ആഫ്റ്റർ ദ ഹസ്ബൻഡ് വൈ കൺവേർട്സ് ടു ഇസ്ലാം ആൻഡ് മാരീഡ് അനദർ സെറ്റ് without dissolving the first marriage. ഫസ്റ്റ് മാരേജ് പോയിട്ടില്ല. യെസ്. അവിടെ നോക്കേണ്ട ഒരു നിയമം ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 13 provides divorce on the ground that the spouse has ceased to be a Hindu by conversion to another religion. ഇപ്പൊ ഹിന്ദു അല്ല, ഭർത്താവ് മതം മാറി, അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാം. IPC എന്ന് പറയുന്നു ബൈഗമി ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 494 and 495 of Indian Penal Code if a Hindu marries again during the subsistence of first marriage. ഫസ്റ്റ് മാരേജ് നിലനിൽക്കുമ്പോ രണ്ടാമത് കല്യാണം കഴിച്ചെങ്കിൽ 7 വർഷം വരെ പണിഷ്മെന്റ്. BNS ഇപ്പോ സെക്ഷൻ 82 പണിഷ്മെന്റ് കിട്ടാം. ഇന്ത്യൻ പീനൽ കോഡിൽ പണിഷ്മെന്റ് ബൈഗമി, മാരിയിങ് അഗെയിൻ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് എ സ്പൗസ്. കൺവേർഷൻ ചെയ്തു, മുസ്ലിമായി, പക്ഷെ ആദ്യമാരെ പോയിട്ടില്ലല്ലോ, ആദ്യമാരെ നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചില്ലേ. ഫേമസ് കേസ് സരള മുഡ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഹസ്ബൻഡ് കനോട്ട് എസ്കേപ്പ് ദ റിഗേഴ്സ് ഓഫ് സെക്ഷൻ 494. കൺവേർട്ട് ഇസ്ലാമിലേക്ക് മാറിയത് കൊണ്ട് ബൈഗമി ഒഴിവാവൂല എന്ന് കൃത്യമായിട്ട് സരള മുഡ്ഗൽ പറയുന്നുണ്ട്. എന്തിനാണ് കൺവേർഷൻ? ആ കൺവേർഷൻ കല്യാണം കഴിക്കാനാണ്, അത് ഇൻവാലിഡ് ആണ്, അത് ബൈഗമി തന്നെയാണ്. The first marriage under Hindu law remains valid unless dissolved legally. Legally dissolve ചെയ്യണവരെ ഫസ്റ്റ് മാരേജ് നിലനിൽക്കും. ലില്ലി തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ 2000 സർല മുഡ്ഗലിനെ റീഅഫേം ചെയ്തു. കൺവേർഷൻ ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് എ ഹിന്ദു മാരേജ്. കൺവേർഷൻ നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ഹിന്ദു മാരേജ് ഡിസോൾവ് ആവില്ല. A second marriage after conversion without divorce from the first spouse is void and punishable. അയാളെ ബൈഗമിക്ക് ശിക്ഷിക്കാം. അയാളുടെ ഹിസ് ഹിന്ദു മാരേജ് കൺവേർഷൻ കൊണ്ട് അയാളുടെ ഭാര്യയായിട്ടുള്ള കല്യാണം പോകുന്നില്ല. സെക്കൻഡ് മാരേജ് ബൈഗമിയാണ്, 494 പ്രകാരം പണിഷ് ചെയ്യാം. എക്സ് ആണ് നിങ്ങളുടെ കക്ഷി, എക്സ് എന്ത് ചെയ്യാം, ഡിവോഴ്സ് ആവശ്യപ്പെടാം. 494 IPC പ്രകാരമുള്ള ബൈഗമിക്കുള്ള ക്രിമിനൽ പ്രൊസീജിയർ എടുക്കാം. മാത്രമല്ല 125 CRPC പ്രകാരം മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. സെക്കൻഡ് കേസ് പറഞ്ഞു. കൺക്ലൂഷൻ: കൃത്യമായിട്ട് ഡിവോഴ്സിനും ക്രിമിനൽ ആക്ഷനുമുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ പോട്ടെ, പ്രോബ്ലം 3 പോവാം. പ്രോബ്ലം 3. എ ക്രിസ്ത്യൻ മാരീഡ് വുമൻ finds that her husband is having an illicit relationship and even after several requests he is not ready to leave the relationship. ക്രിസ്ത്യൻ സ്ത്രീ ഭാര്യ പറയാണ് ഭർത്താവിന് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ട്, പലവട്ടം പറഞ്ഞു നോക്കിയിട്ടും ആ ബന്ധം ഒഴിവാക്കാൻ അയാൾ തയ്യാറല്ല. ഈ സ്ത്രീക്ക് ഡൈവോഴ്സ് വേണം. ഇതാണ് ചോദ്യം. അപ്പൊ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വേറെ ആളുണ്ടെങ്കിൽ ഡിവോഴ്സിന് കാരണമാണോ എന്ന ചോദ്യം. ഇഷ്യൂ: whether the Christian married woman can seek divorce
under Indian law on the ground that her husband is involved. അങ്ങനെ ഹസ്ബൻഡ് ഒരു ഇൻലിസിറ്റ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്താൽ ഡിവോഴ്സ് കിട്ടുമോ? നിയമം ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869 applicable to Christian India, section 10A provides for mutual consent divorce. Indian Divorce Act 1869 section 10 allows a wife to seek divorce if the husband has committed adultery. Husband വ്യഭിചാരം നടത്തി കഴിഞ്ഞാൽ ആ വൈഫിന് ഡിവോഴ്സ് ആവശ്യപ്പെടാം. Section 10(1) permits divorce if the husband has deserted the wife for at least 2 years. 2 വർഷത്തേക്ക് വൈഫിനെ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിന് ഡിവോഴ്സ് ആവശ്യപ്പെടാം. Section 22 provides for judicial separation on similar grounds. നോക്കാം. ഇവിടെ ഹസ്ബൻഡ് വ്യഭിചാരം നടത്തി കഴിഞ്ഞാൽ, അഡൾട്ടറി നടത്തി കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടും. പക്ഷെ വ്യഭിചാരം നടത്തി ഉറപ്പില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 114 എവിഡൻസ് ആക്ടില് സെക്ഷൻ 114 പറയുന്നുണ്ട്. അത് തന്നെയാണ് BSA 119. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മേ ബി യൂസ്ഡ് ടു പ്രൂവ് അഡൾട്ടറി. അഡൾട്ടറിക്ക് വ്യഭിചാരം നടത്തുന്നത് കൃത്യമായി കാരണമൊന്നുമില്ല, സാഹചര്യ തെളിവ് മതി. ഭർത്താവ് ഓരോ സ്ത്രീയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, സാഹചര്യം മതി ആടെ വ്യഭിചാരം നടന്നു എന്നുള്ളത് പ്രസ്യൂം ചെയ്യാം. സെക്ഷൻ 114 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 119 ഭാരതീയ സാക്ഷ്യ അധിനിയം. അമ്മിണി ഈജേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ലോസ് ആണ്. ലീഗൽ അനാലിസിസ്. Adultery is a clear ground for divorce. The husband's refusal to end the illicit relationship strengthens the case for irretrievable breakdown of marriage. അതുകൊണ്ട് അഡൾട്ടറി ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിലും ഡിവോഴ്സിന് അത് വാലിഡ് ഗ്രൗണ്ട് ആണ്. അപ്പോ വൈഫ് ക്രെഡിബിൾ ആയ എവിഡൻസ് കൊടുക്കുക, ഫോട്ടോഗ്രാഫ്, മെസ്സേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുക. ഈ ദ ഹസ്ബൻഡ് ഈസ് കോഹാബിറ്റിംഗ് വിത്ത് അനദർ വുമൻ. ഹസ്ബൻഡ് വേറെ സ്ത്രീയുടെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ അഡൾട്ടറി ഉണ്ട് എന്നുള്ള സാഹചര്യ തെളിവ് മതി. കൺക്ലൂഷൻ, അവർക്ക് ഡിവോഴ്സ് കിട്ടും. ഓക്കെ, ഇനി പ്രോബ്ലം 4, 4ാമത്തെ പ്രോബ്ലം. എ മുസ്ലിം ഡിവോഴ്സ്ഡ് വുമൻ വാസ് ഡിനൈഡ് മെയിൻ്റനൻസ് ബിയോണ്ട് ഇദ്ദ. അഡ്വൈസർ, ഒരു മുസ്ലിം വിവാഹ മോചിതക്ക് മെയിൻ്റനൻസ് വേണം, ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ടും വേണം. എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ടും വേണം. അഡ്വൈസ്. ചോദ്യം, വെദർ എ മുസ്ലിം ഡിവോഴ്സ്ഡ് വുമൻ ഈസ് entitled to get maintenance beyond the ഇദ്ദ പീരീഡ് അണ്ടർ ഇന്ത്യൻ ലോ. ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ടും മെയിൻ്റനൻസ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ലീഗൽ പ്രൊവിഷൻ ആണ് സെക്ഷൻ 125 CRPC, BNS സെക്ഷൻ 144. CRPC 120 പറയുന്നു മെയിൻ്റനൻസ് ടു വൈഫ്സ് ഇൻക്ലൂഡിംഗ് ഡിവോഴ്സ്ഡ് വൈഫ്സ് അണേബിൾ ടു മെയിൻറ്റെയിൻ ദംസെൽഫ്, അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കും. അത് തന്നെയാണ് BNS 144 പറയുന്നത്. സ്പെഷ്യൽ ആക്ട് ഉണ്ട്, മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 ഗവേൺസ് റൈറ്റ്സ് ഓഫ് മുസ്ലിം വുമൻ പോസ്റ്റ് ഡിവോഴ്സ് ഇൻക്ലൂഡിംഗ് മെയിൻ്റനൻസ് ഡ്യൂറിംഗ് ഇദ്ദ. അങ്ങനെ ആക്ട് ഉണ്ട്. അപ്പൊ മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആക്ട് ഉണ്ട്, CRPC 125 ഉണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14, 15, 21 ഈക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഷബാനു കേസ് ഞാൻ വിശദമായിട്ട് സ്ലൈഡ് ഉണ്ട് കേട്ടോ, ഞാൻ തരാം. സുപ്രീം കോർട്ട് held that a Muslim divorced woman is entitled to maintenance under section 125 CRPC if she cannot maintain herself even beyond ഇദ്ദ പീരിയഡിന് അപ്പുറത്തേക്കും കൊടുക്കാമെന്ന് ഷബാനു കേസ് പറയുന്നു. ഡാനിയൽ ലത്തീഫില് പറയുന്നു 1986 ആക്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറയുന്നു. ഓക്കെ. മുഹമ്മദ് അബ്ദുൽ സമദ് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന, അത് 2024 കേസാണ്. CRPC 125 ഡൈവോഴ്സ്ഡ് മുസ്ലിം വൈഫിനും കിട്ടും. മെയിൻ്റനൻസ് ഈസ് എ ലീഗൽ റൈറ്റ് നോട്ട് ചാരിറ്റി. സെക്യുലർ ലോ ടു പ്രിവെന്റ് ഡെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പേഴ്സണൽ ലോയില് സെക്ഷൻ 125 പേഴ്സണൽ ലോയും തമ്മിൽ വ്യത്യാസം. 125 CRPCയും മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ഓൺ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ടും ഉള്ള വ്യത്യാസമാണ്. മുസ്ലിം ലോ പറയുന്നു ഇദ്ദ വരെ കൊടുത്താൽ മതി. 125 പറയുന്നു ഇദ്ദക്ക് ശേഷവും ഇദ്ദ കണക്കൊന്നുമില്ല, അനേബിൾ ആണെങ്കിൽ കൊടുത്തോളണം. ഇത് രണ്ടും കൂടി വരുമ്പോൾ പിന്നെ സുപ്രീം കോർട്ട് എന്ത് പറയുന്നു? പിന്നെ
കൃത്യമായി പറയുന്നു ഇദ്ദ പീരീഡിന് അപ്പുറത്തും കൊടുക്കണം. ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വിധികളൊക്കെ പറയുന്നത് ഇദ്ദ പീരീഡിന് അപ്പുറത്തേക്കും അവർ സ്വന്തമായി പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ്. കൺക്ലൂഷൻ ആണ്, എ മുസ്ലിം ഡിവോഴ്സ്ഡ് വുമൻ ഡിനൈഡ് മെയിൻ്റനൻസ് ബിയോണ്ട് ഇദ്ദ ക്യാൻ സീക്ക് റെമഡി അണ്ടർ സെക്ഷൻ 125 CRPC. മുസ്ലിം ഡിവോഴ്സ്ഡ് വുമന് CRPC 120 പ്രകാരം ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ടും മെയിൻ്റനൻസ് കിട്ടും. 1986 ആക്ട് അതിന് ബാർ അല്ല. അത് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാൻ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല ഇദ്ദ പീരീഡിൽ കിട്ടും. യെസ്. പ്രോബ്ലം 6 10 പ്രോബ്ലം അവസാനിപ്പിക്കും. പ്രോബ്ലം 6, an employer in a labor law വരുന്നുട്ടോ. An employer in a factory denies equal remuneration to a female worker. ഒരു പെൺ തൊഴിലാളിക്ക് സ്ത്രീ തൊഴിലാളികൾക്ക് ഈക്വൽ പേ കൊടുക്കുന്നില്ല. ഫാക്ടറിയാണ്. വാട്ട് റെമഡി ഈസ് അവൈലബിൾ ടു ഓൾ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് പ്രധാനപ്പെട്ട നിയമം. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 അതാണ് നിയമം. അതിപ്പോ കോഡ് ഓൺ വേജസിൽ 2019 മാറി. ആ ആക്ടിൽ സെക്ഷൻ 4 പറയുന്നു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. സെക്ഷൻ 5 prohibits discrimination in recruitment and conditions of service എന്ന് പിന്നെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ടിൽ പറയുന്നു. കോഡ് ഓൺ വേജ് 2019 സെക്ഷൻ 3 പറയുന്നു റീഇൻഫോഴ്സസ് the principle of equal remuneration without gender discrimination. Constitution Article 14 explain ചെയ്യുന്നില്ല, 15 explain ചെയ്യുന്നില്ല, 16 explain ചെയ്യുന്നില്ല, 39D equal pay for equal work ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രൺധീർ സിംഗ് കേസ് പറയുന്നു സുപ്രീം കോർട്ട് വർക്ക് ആർട്ടിക്കിൾ 14 വരുന്നതാണ്. മാക്കൻസി കേസ് പറയുന്നു ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് doing the same work as male counterparts must be paid equally. സ്റ്റെനോഗ്രാഫർമാർ ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ഒരേ പേയ്മെന്റ് കൊടുക്കണം. State of Punjab versus Jagdish Singh. Temporary employees performing same duties as permanent staff are entitled to equal pay. Remedies. ഈ സ്ത്രീ എന്ത് ചെയ്യണം? ലേബർ കമ്മീഷണറെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ കോഡ് ഓൺ വേജസ് പ്രകാരം ഇൻസ്പെക്ടർ ബന്ധപ്പെടുക, എന്നിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യുക. അവിടെ നടന്നിട്ടില്ലെങ്കിൽ ലേബർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുക. സെക്ഷൻ 45 ഓഫ് ദി കോഡ് ഓൺ വേജസ് 2019 വരെ ലേബർ കോർട്ട് പോവുക. അത് നടന്നിട്ടില്ലെങ്കിൽ റിട്ട് പെറ്റീഷൻ അണ്ടർ ആർട്ടിക്കിൾ 226 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ആർട്ടിക്കിൾ 14, 15 വയലേഷൻ ഉണ്ട്. പിന്നെ അവരെ അത്രയും കാലത്തെ ശമ്പളം ആണിന് കൊടുത്ത അതേ ശമ്പളത്തിന് കിട്ടണം, കോമ്പൻസേഷനും കൊടുക്കണം. ഡിസ്ക്രിമിനേറ്ററി പേയ്മെന്റ് കൊടുത്തുകൊണ്ട് കോമ്പൻസേഷനും കൊടുക്കണം. ദ ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദ എംപ്ലോയർ. സ്ത്രീ തൊഴിലാളി തെളിയിക്കണ്ട, മുതലാളി തെളിയിക്കണം. പിന്നെ യെസ്, ക്ലിയർ ആയല്ലോ. പ്രോബ്ലം 7 19 അവസാനിപ്പിക്കുന്നു. പ്രോബ്ലം 7, ഷൈല, എ റെവല്യൂഷണറി ലീഡർ ഈസ് സെന്റൻസ്ഡ് ടു ഡെത്ത് for killing 50 children who are playing on the ground. At the time of awarding death penalty, she was pregnant and files a pardoning petition before the Honorable President of India to reduce her life imprisonment. Advisor. 50 ആളെ കൊന്നു, 50 കുട്ടികളെ കൊന്നു, ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 50 കുട്ടികളെ കൊന്നു. ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആണ്. അത് ലൈഫ് ഇംപ്രിസൺമെന്റ് കുറക്കാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നു പ്രസിഡന്റിന്. നിയമം അതാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS സെക്ഷൻ 456. If a woman sentenced to death is found to be pregnant, the High Court shall ആണ് നിർബന്ധമായിട്ടും കമ്മ്യൂട്ട് സെന്റൻസ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. അത് ഡിസ്കഷൻ ഇല്ല, ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കണം. കാരണം അൺബോൺ ചൈൽഡ്, അതുപോലെ അതിന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രിൻസിപ്പിൾ. ഒരു സെക്കൻഡ്, ബാറ്ററി കഴിയാൻ എന്നെ ഒന്ന് ചാർജ് ചെയ്യട്ടെ person. Yes. അപ്പോ പിന്നെ CRPC BNSS 456 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 72 പ്രസിഡന്റിന്റെ പവറിൽ വരുന്നു ഗ്രാൻഡ് പാർഡൺ, റെസ്പെക്ട്, റെമിഷൻ ഓഫ് പണിഷ്മെന്റ് ഇൻക്ലൂഡിംഗ് ഡെത്ത് സെന്റൻസ്.
അപ്പോൾ Shaila's petition to President is constitutionally valid. Article 21, life, right to life, extend to unborn children. ജനിക്കാനുള്ള കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് കേസ്. സ്റ്റേറ്റ് ഓഫ് രാജീവ് ഗാന്ധി കേസാണ്. സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് നളിനി. ഓക്കെ. കെ ഹാസിംഗ് ഇന്ദിരാഗാന്ധി കേസാണ്. Supreme Court held that the President can examine the evidence independently while deciding a magistrate petition. Law Commission of India 35th report recommended exemption of pregnant women from the death penalty. Humanitarian grounds. അപ്പോൾ അവിടെ ലോ കമ്മീഷൻ ജുഡീഷ്യറി ആയാലും കൃത്യമായി എക്സെപ്ഷൻ പറയുന്നുണ്ട്. കൺക്ലൂഷൻ, ഷൈല ഡിസെൻഡൻസ് ലൈഫ് ഇംപ്രിസൺഡ് ആക്കും. പിന്നെ പ്രസിഡന്റ് കൊടുത്ത പരാതി ലീഗലി സൗണ്ട് ആണ്, ഭരണഘടന നിലനിൽക്കും. യെസ്. എട്ടാമത്തെ പ്രോബ്ലം, എക്സ് എ യങ് ലേഡി ഓഫ് 18 years ഈസ് കിഡ്നാപ്ഡ് ആൻഡ് സബ്ജക്ട് ടു ട്രാഫിക്കിംഗ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. 18 വയസ്സ് കിഡ്നാപ്പ് ചെയ്തു, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നു. And NGO Nazar working for the welfare of girl children and women filed a PAL before the Honorable Supreme Court against their illegal trafficking and argued that hundreds of young girls, women are subjected to trafficking and they are being imported to other countries for prostitution. Advised them. Article 32 to 26 പ്രകാരം PAL നിലനിൽക്കും. റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആണ് നിൽക്കും. ആർട്ടിക്കിൾ 23 നമ്മൾ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സമയത്ത് ആർട്ടിക്കിൾ 23 പറഞ്ഞു, prohibition of human trafficking and forced labor. Trafficking is a direct violation of this fundamental right. Article 23 violation ആണ്. കൂടാതെ Immoral Traffic Act 1956 ITPA, Immoral Traffic Prevention Act, Section 5, procuring, inducing or taking persons for prostitution. Section 6, detaining a person in premises for prostitution. Section 7, prostitution in or near public places. Indian Penal Code, Section 366A, procuring a minor girl for sexual exploitation. Section 370, trafficking of persons and exploitation of trafficked persons. POCSO provides stringent punishment for sexual exploitation of children. Juvenile Justice Act, rehabilitation and protection of child victims of trafficking. Famous case Vishal Jeet, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കേസാണ്. ഓക്കെ. ബച്പൻ ബച്ചാവോ ആന്തോളൻ, ഈ വിഷയ കേസിലാണ്, അത് പറയുന്ന കേസിലാണ് കോർട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയത്, റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയത്. സർതാജ് ഖാൻ അപ്പീൽ കൺവിഷൻ IPC ആൻഡ് പോക്സോ ഫോർ ക്രോസ് ബോർഡർ ട്രാഫിക്കിംഗ് ഓഫ് എ മൈനർ ഗേൾ. IPC പ്രകാരവും പോക്സോ പ്രകാരവും പണിഷ്മെന്റ് കൊടുത്തു. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട്, പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC ഉണ്ട്, ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്സുകളുണ്ട്. കൺക്ലൂഷൻ, കൃത്യമായിട്ട് നസർ എന്ന സംഘടനക്ക് PAL ഫയൽ ചെയ്യാം, സുപ്രീം കോർട്ടിന്റെ ഡയറക്ഷൻ കൊടുക്കാം, വിക്ടിം റെസ്ക്യൂവിന് വേണ്ടി, റീഹാബിലിറ്റേഷന് വേണ്ടി ആ വിഷയത്തിൽ പോളിസി ഉണ്ടാക്കാൻ സുപ്രീം കോർട്ടിന് ഡയറക്ഷൻ കൊടുക്കാം. പ്രോബ്ലം 9, സീത, a young lady of 25 years was subjected to cruelty in her husband's house since the time of her marriage. She got married 4 years back and she has been tortured both physically and mentally, and there were marks in her body which is clearly visible about the torture she had to undergo in her in-laws house. One fine morning, her husband found her committed suicide, but the court arguing that she is killed by her husband and in-laws. സീത നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു, ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഭർത്താവ് പറയുന്നു ആത്മഹത്യ ചെയ്തതാണെന്ന്. ഹസ്ബൻഡ് മരിച്ച സീതയുടെ സഹോദരൻ പറയുന്നു ഭർത്താവ് ബന്ധുക്കളും കൂടി കൊന്നതാണെന്ന് പറയുന്നു. യെസ്. 498A IPC ക്രൂവൽറ്റി. ഹസ്ബൻഡോ റിലേറ്റീവ്സോ ഒരു മാരീഡ് വുമൻ എന്തെങ്കിലും തരത്തിൽ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നതാണ്. 498A അവിടെ വരും. 306 സൂയിസൈഡ് അബറ്റ് ചെയ്താൽ, ഒരാളെ സൂയിസൈഡിന് സഹായിച്ചാൽ, പ്രേരിപ്പിച്ചാൽ, സൂയിസൈഡിന് കാരണമായാൽ, സെക്ഷൻ 306 IPC. 304B ഡബിൾ ഡെത്ത്. 7 years ഓഫ് മാരേജിനുള്ളിൽ ഒരു ബേൺസ് അതർ ദാൻ നോർമൽ സർക്കംസ്റ്റാൻസസ് ഡബിൾ ഡെത്ത് ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രിസംപ്ഷൻ എന്താണ്? വുമൻ കമ്മിറ്റ്സ് സൂയിസൈഡ് വിത്തിൻ 7 years ഓഫ് മാരേജ്.
7 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ക്രൂവൽറ്റി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രിസംഷൻ. മാത്രമല്ല അത് അവരുടെ ഡൗറി ഡെത്ത് ഉണ്ട്. ഈ 7 years ഓഫ് മാരേജിനുള്ളിൽ സാധാരണ വിധത്തിലല്ലാത്ത മരണമുണ്ടെങ്കിൽ ഡൗറി ഡെത്ത് ആണ് പ്രിസംഷൻ വരുന്നു. ചാർജ് 1 വരുന്നത് മർഡർ ആണ്. അത് മർഡർ ചാർജ് വരാം. 2 അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് പ്രകാരം സെക്ഷൻ 306 പ്രകാരം ചാർജ് ചെയ്യാം. ഡൗറി ഡെത്ത് പ്രകാരം സെക്ഷൻ 304B പ്രകാരവും ചാർജ് ചെയ്യാം. 10ാമത്തെയും അവസാനത്തെയും പ്രോബ്ലം 9:34 ഞാൻ 8:35 തുടങ്ങിയത്. 35-36 ആകുമ്പോൾ അവസാനിപ്പിക്കാം. A woman employee working as a labor in a factory is denied leisure to feed her baby of 2 months old. 2 മാസം പ്രായമുള്ള കുട്ടിയെ ഫീഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. Whether such a denial violates her right, and if so, right violate ഉണ്ടെങ്കിൽ എങ്ങനെ? Does Maternity Benefit Act makes any provision regarding this? Okay, നോക്കാം. Maternity Benefit Act വ്യക്തമായി പറയുന്നുണ്ട്. സെക്ഷൻ 11 nursing break. Every woman who has returned to work after childbirth is entitled to 2 breaks of prescribed duration during their daily work for nursing a child until the child attains the age of 15 months. കുട്ടിക്ക് 15 മാസം ആകുന്നവരെ 2 ബ്രേക്ക് എടുക്കാം, നഴ്സിംഗ് ബ്രേക്ക് എടുക്കാം എന്ന് പറയുന്നു. സെക്ഷൻ 11A ക്രഷ് ഫെസിലിറ്റി ഉണ്ട്. 50 or more എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും ക്രഷ് ഫെസിലിറ്റി വേണം. ആ ക്രഷിലേക്ക് ഒരു സ്ത്രീക്ക് ഒരു ദിവസം 4 പ്രാവശ്യം പോകാം. നഴ്സിംഗ് ബ്രേക്ക് ഉൾപ്പെടെ 4 പ്രാവശ്യം ക്രഷിലേക്ക് കുട്ടിയെ കാണാൻ വേണ്ടി പോകാം. സെക്ഷൻ 13 നോ ഡിഡക്ഷൻ ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആണ്. An employer cannot make any deduction from the normal wages for the nursing breaks provided to the mother. 4 പ്രാവശ്യം നഴ്സിംഗ് ബ്രേക്കിന് പോകാം. ക്രഷ് ഉണ്ടെങ്കിൽ, ക്രഷ് ഇല്ലെങ്കിൽ 2 പ്രാവശ്യം പോകാം. അതിന് പൈസ കുറക്കാൻ പാടില്ല. സെക്ഷൻ 13 പെനാൽറ്റിയോ എംപ്ലോയർ ചെയ്തില്ലെങ്കിൽ എംപ്ലോയർക്ക് പെനാൽറ്റി ഉണ്ട്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അത് കുട്ടിക്കും 21 വേണം, അമ്മയ്ക്കും 21 വേണം. ബ്രസ്റ്റ് ഫീഡിങ് ഈസ് കൺസിഡർഡ് ആസ് ഇന്റഗ്രൽ ആസ്പെക്ട് ഓഫ് എ ചൈൽഡ്സ് റൈറ്റ് ലൈഫ് ആൻഡ് സർവൈവ്. കുട്ടിക്കും റൈറ്റ് ആർട്ടിക്കിൾ 21 ഉണ്ട്. ആർട്ടിക്കിൾ 42 ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. Directive principle of state policy obligates the states to secure just and human conditions of work. Article 42. B. Shah versus Presiding Officer Labor Court. Supreme Court held that the provisions of the Maternity Benefit Act must be interpreted in a liberal and beneficial manner to protect the health and security of women employees. Municipal Corporation of Delhi versus female workers. Supreme Court extended maternity benefits to daily wage workers. ഡെയിലി വേജ് വർക്കേഴ്സിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്. അഫർമിംഗ് ദ ബ്രോഡ് ആൻഡ് ഇൻക്ലൂസിംഗ് നാച്ചർ ഓഫ് ദിസ് റൈറ്റ്സ്. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാം. യൂണിറ്റ് 1 വിശദമായി പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് പറഞ്ഞു പോയി, ക്രിമിനൽ ലോയുടെ പാർട്ട് പറഞ്ഞു പോയി. 10 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. എൻ്റെ കയ്യിൽ 8-10 പിന്നെ കേസ് ലോസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അത് അയച്ചു തരാം. ആ കേസ് കൂടി വായിച്ചാൽ മതി. നിങ്ങളുടെ ആൻസറിനകത്ത് 8-10 കേസ് ലോസ് കൂടി ഉണ്ടാവണം. വളരെ മനോഹരമായി എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ പേപ്പറാണ്. ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. ഇത്രയും കാലം പഠിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും ഇത്രയും കാലം പഠിച്ചിട്ടുള്ള IPCയും ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ലേബർ ലോയും ഫാമിലി ലോയും വെച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന കോമൺ സെൻസ് വെച്ചുകൊണ്ട് എഴുതാവുന്ന സിമ്പിൾ പേപ്പറാണ്. നന്നായി എഴുതാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഗ്രൂപ്പിലേക്ക് അയക്കട്ടോ. താങ്ക് യു. ബൈ. അല്ല സാറേ, ഞങ്ങളെ ഒരു സംശയം. ഞങ്ങൾ പുറത്തുള്ള ലോ കോളേജിലെ കുട്ടികളാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്ലൈഡ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് ആരുടെ നമ്പറാ കയ്യിലുള്ളത്? പുറത്ത് ലോ കോളേജ്, തൃശ്ശൂർ ലോ കോളേജ് ആണോ? അല്ല, ഞങ്ങള് അല്ലമീൻ ലോ കോളേജ്, പാലക്കാട്. അല്ലമീൻ ലോ കോളേജ് അല്ലേ? നെഹ്ലിയുടെ നമ്പർ ഉണ്ടോ അതില്? നെഹ്ലി നമ്പർ ഉണ്ടോ? അല്ല, ആരുടെ നമ്പറും കയ്യിലില്ല. ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വിടാം. ഇതില് ഇപ്പോ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യും നെഹ്ല കേട്ടോ. നെഹ്ലിപ്പ ടൈപ്പ് ചെയ്യും. എല്ലാ സൈഡും തരാം. ഇഷ്ടം വായിച്ചു നോക്കിയാൽ മതി. എല്ലാം ഗ്രൂപ്പിൽ നമ്മൾ IPCയിലെയും CRPCയിലെയും സെക്ഷനുകൾ എഴുതിയ പോരെ? ധാരാളം. ഇത് പുതിയൊന്നും പഠിക്കണ്ട. അത് മതി. ആ BNS ഒന്നും വേണ്ട. IPC CRPC എവിഡൻസ് സെക്ഷൻ പഠിച്ചാൽ മതി കേട്ടോ. അത് വേണ്ട. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ പേപ്പറാണ്. നിങ്ങൾ ജനറൽ പേപ്പറായിട്ട് എഴുതിയാൽ മതി. വായിച്ചതും പത്രങ്ങളിൽ കണ്ടതും നിർഭയം പിന്നെ വിസ്മയും എല്ലാ കേസുകളും ഒക്കെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ നിങ്ങളുടെ നാട്ടിലെ ചുറ്റുഭാഗത്തൊക്കെ നെഹ്ല ഷെറിൻ ഗ്രൂപ്പ് ഇട്ടിട്ടോ.
നഹ്ലാശ്വരന്റെ നമ്പർ ഗ്രൂപ്പിട്ടിട്ടുണ്ടേ നോക്കിക്കോളൂ. ആ നഹ്ലയെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എഴുതാം കേട്ടോ. ചുറ്റുപാട് പത്രം വായിക്കുമ്പോൾ എത്ര അറിയില്ലേ അല്ലെ? പാമ്പിനെ വളർത്തിയിട്ട് പാമ്പിനെ കൊണ്ട് വാരിയെ കൊത്തിക്കുന്നത്, ആസിഡ് അറ്റാക്ക് കേസുകൾ ഒക്കെ വരുന്നുണ്ട്. കേസ് ലോസ് ഞാൻ ഇതിലേക്ക് തരാം, കുറെ ഉണ്ട്. കേസിലൊക്കെ എഴുതിയിട്ട് വളരെ രസകരമായിട്ട് പേപ്പർ നടക്കുക കേട്ടോ. ജനറൽ പേപ്പറാണ്, സ്പെസിഫിക് ഒന്നല്ല, സിമ്പിൾ ആണ്. എഴുതി നിങ്ങളൊരു അവസാന സെമസ്റ്റർ ആയല്ലോ, എഴുതാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ, അവസാനിപ്പിച്ചോട്ടെ. താങ്ക് യു. നമ്മളെ കോഴിക്കോട് ലോക്കൽ അല്ലാത്ത ഒരുപാട് ആളുകളെ കണ്ടപ്പോ എല്ലാവരും സന്തോഷം. താങ്ക് യു. എവിടെയും വെച്ച് കാണാം കേട്ടോ. കോഴിക്കോട് ലോ കോളേജിൽ ഉള്ള കുട്ടികളെ നമുക്ക് കാണുന്നതാണ്. അല്ലാത്ത ആളുകൾ നമുക്ക് എവിടെ വെച്ച് കാണാം, എന്തെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രം. നാളെ പ്രതീക്ഷിതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്ന എത്ര മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ന് നൽകുന്നു. ഓർമ്മിക്കുന്ന വാക്ക് മാത്രം. ബൈ. താങ്ക് യു.